ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല തണുപ്പുണ്ട്, ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അന്ന് ഇന്ത്യൻ ഷോപ്പിലേക്ക് പോയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അത് കവറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. എന്നോട് ഓരോരാൾ ചോദിച്ചിരുന്നു, പിന്നെ എന്താണ് നിങ്ങൾ ഇന്ത്യൻ ഷോപ്പിക്ക് എന്ന് പറയണതെന്ന്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നമ്മുടെ നാട്ടിലത്തെ ഇതുപോലത്തെ പാക്കറ്റ് ഐറ്റംസ്, അരിപ്പൊടി, അതുപോലെ ഗോതമ്പ് പൊടി അങ്ങനെ കിട്ടുന്ന ഷോപ്പൊന്നുമില്ല. ഞാൻ താമസിക്കുന്ന ഏരിയയിൽ കൂടുതൽ ഇംഗ്ലീഷുകാരുടെ ഷോപ്പും അവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാലാണ് ഇതൊക്കെ കിട്ടുക, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് കിട്ടിയതാണ് കാടമുട്ട. അപ്പോൾ അതൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ടപ്പോൾ അതിലൊരു 4 എണ്ണം പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. പൊങ്ങി കിടക്കുന്നത് കേടായതായി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊട്ടിച്ച് നോക്കി കണ്ടപ്പോൾ സമാധാനമായി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും നമ്മുടെ തന്തൂരി സോയ ചില്ലിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ സോയ ആദ്യം ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ. കഴുകിയിട്ട് ഇപ്പോൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തന്തൂരി മസാല. ഇത് ഞാൻ ഇന്നലെ തന്തൂരി ചിക്കന് ഉണ്ടാക്കിയപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിലേക്ക് മിക്സ് ചെയ്തതാണ് നമ്മുടെ സോയയിലേക്ക്. ഇനി നമ്മളിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലതും കൂടിയിട്ട് ഈ മസാലയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അവിടെ മാറ്റി വെക്കാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോയ നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായ ഓയിലിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അധികം ടൈമൊന്നും വേണ്ട. ഇട്ട വശം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സോയ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറും ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് തന്തൂരി സോയയുടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ സെയിം ഓയിലിൽ തന്നെയാണ് ഒനിയൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 3.5 ഒനിയൻ ഉണ്ടാവും കേട്ടോ. മീഡിയം സൈസ് 3.5 ഒനിയൻ ഉണ്ടാവും, ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് നമ്മുടെ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി. എന്നിട്ട് ഇതാ നന്നായിട്ട് ഒനിയൻ നന്നായി വഴന്ന് വരണം. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. അത് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല, അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ചേർത്തിട്ട് അതും നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഫുള്ളായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ലൈറ്റ് സോയ സോസാണ് കേട്ടോ.
അത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ആണെങ്കിൽ അത് നോക്കിയിട്ട് 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസാണ് ചേർത്തത്. പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. അത് എന്തായാലും ചേർക്കണം, കാരണം നമ്മൾ എരിവും പുളിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ്, മല്ലിയില, അതും കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ ടേസ്റ്റ് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കൂടി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസും, അതും 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് കൂടുതൽ എരിവൊന്നുമില്ല, പക്ഷേ ചേർത്താൽ നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് അത് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സോയ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല സൂപ്പർ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. സോയ നമുക്കിതുപോലെ വറുത്തിട്ട് വെറുതെങ്കിലും കഴിക്കാം, ഇതുപോലെ മസാല വേണമെന്നൊന്നുമില്ല. അപ്പം നമ്മൾ സോയ ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുക. സോയയിലേക്ക് നമ്മുടെ ഈ സോസുകളുടെ ഒക്കെ ടേസ്റ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 3 മിനിറ്റിന് ശേഷം നമ്മുടെ തന്തൂരി ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പൊറോട്ടയാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് ഫ്രോസൺ പൊറോട്ടയാണ്. ഇത് നമ്മുടെ ഇത് ഷോപ്പിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ചാവടി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാ ഹലോവിൻ്റെ പംകിനൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ സമയത്ത് മാത്രം കാണുന്നൊരു പംകിനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് പച്ച വേണമെങ്കിൽ നമുക്ക് കഴിക്കാം, നല്ല മധുരമാണ് ഇതിന്. അപ്പോൾ ഈ കളറിൽ ഇങ്ങനെ വരുന്ന പംകിന് ഈ ഒരു സമയത്ത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതാ സെയിം തന്നെയാണ് ഹലോവിൻ്റെക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അടുത്തേക്ക് നിങ്ങളിപ്പോൾ വീഡിയോയിൽ ഞാൻ ഈ ഡോള് പ്രസ് ചെയ്യുന്നത് കണ്ടല്ലോ, അത് 2ാമത്തെ തവണയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഈ പ്രസ് എന്ന് എഴുതിയ സ്ഥലത്ത് പോയിട്ട് പ്രസ് ചെയ്ത് പെട്ടെന്നാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഐസിൻ്റെ ഉള്ളിൽ നിന്ന് റെഡ് കളറും ഈ മ്യൂസിക്കും ഇതിൻ്റെ ആട്ടം കൂടിയിട്ടൊക്കെ ഉണ്ടായത്. ആ സമയത്ത് നല്ലൊരു പേടി മേടിച്ചിട്ടോ. പെട്ടെന്നായപ്പോൾ ഞാൻ നല്ല പേടി മേടിച്ച്. തൊട്ടടുത്തുണ്ടായിരുന്നവരൊക്കെ ഗംഭീര ചെറിയായിരുന്നു. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് നല്ലൊരു പേടി ഉണ്ടായി. പിന്നെ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. എന്നും പറയുന്ന പോലെ തന്നെയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ.